നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കാലത്തെയും ജീവിതത്തെയും അതിന്റെയൊക്കെ അർത്ഥത്തെയും കുറിച്ചുള്ള ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു കാഴ്ചപ്പാടാണ്. ജീവിതത്തിലെ താളങ്ങളെയും അതിലെ വിരോധാഭാസങ്ങളെയും കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ഒരു വിശകലനമാണിത്. അപ്പോ ഈയൊരു പുരാതന ഗ്രന്ഥത്തിലൂടെ നമ്മളൊരു യാത്ര പോകുകയാണ്. ഓരോന്നിനും അതിൻ്റേതായ ഒരു സമയമുണ്ടെന്ന ചിന്തയിൽ നിന്ന് തുടങ്ങി ഈ നിമിഷത്തിൽ ജീവിക്കുന്നതിന്റെ പ്രാധാന്യത്തിൽ നമ്മൾ അവസാനിപ്പിക്കും. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ അതിമനോഹരമായ ഒരു കവിതയോടുകൂടിയാണ്. ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെയും ഒരു സൈക്കിൾ പോലെ, ഒരു താളം പോലെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതായത് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട്. ആ കവിതയുടെ താളം തുടങ്ങുന്നത് തന്നെ ജീവിതത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്നാണ്. ജനനം, പിന്നെ മരണം. ആർക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഒഴുക്കിന്റെ തുടക്കമാണിത്. അടുത്തത് നമ്മൾ എന്തെങ്കിലും സൃഷ്ടിക്കുന്നതിനും അതിന്റെ ഫലം കൊയ്യുന്നതിനും ഓരോ സമയമുണ്ട്. കണ്ടില്ലേ മനുഷ്യന്റെ അധ്വാനത്തിന്റെ രണ്ട് വശങ്ങൾ? ഇനി വരുന്നത് നമ്മുടെ വികാരങ്ങളാണ്. ദുഃഖവും സന്തോഷവും രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഈ വരികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഒന്നിനുശേഷം മറ്റൊന്ന്. അതാണല്ലോ ജീവിതം. ഈ താളാത്മകമായ ഭാഗം തീരുന്നത് മനുഷ്യബന്ധങ്ങളിലെ ഏറ്റവും ശക്തമായ രണ്ട് വികാരങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. സ്നേഹിക്കാനും വെറുക്കാനും ഓരോ കാലമുണ്ട്. ഇത് ജീവിതം എത്രത്തോളം സങ്കീർണമാണെന്ന് കാണിച്ചു തരുന്നു. ആ കവിതയുടെ ഒഴുക്കിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം. ഇങ്ങനെയൊക്കെ ജീവിതത്തില് ഓരോന്നും മാറി മാറി വരുന്നത് കണ്ടിട്ട് ഗ്രന്ഥകർത്താവ് ഒരു നിർണായകമായ ചോദ്യം ചോദിക്കുകയാണ്. നമ്മളെ കഷ്ടപ്പെടുന്നതിനൊക്കെ അവസാനം എന്തെങ്കിലും ഫലമുണ്ടോ? ഒരുപക്ഷെ ജീവിതത്തിലെ ഈ വിപരീതങ്ങളെ അംഗീകരിക്കുന്നതാണ് ജ്ഞാനത്തിലേക്കുള്ള ആദ്യത്തെ പടി എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ചോദ്യം. അപ്പോ എന്തുകൊണ്ടാണ് ജീവിതം ഇങ്ങനെ വിപരീതങ്ങൾ നിറഞ്ഞ ഒരു പരമ്പരയായി തോന്നുന്നത്? അതിനൊരുത്തരമായിട്ടാണ് ഒരു വലിയ ദൈവിക പദ്ധതി എന്ന ആശയം വരുന്നത്. അത് വളരെ മനോഹരമാണ്. പക്ഷെ നമുക്ക്, അതായത് മനുഷ്യർക്ക്, പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ സംഭവത്തിനും അതിൻ്റേതായ ഒരു സ്ഥാനവും ഭംഗിയുമുണ്ട്. ഒരു വലിയ ചിത്രത്തിന്റെ ഭാഗമായി നോക്കുമ്പോൾ ജനനവും മരണവും സന്തോഷവും ദുഃഖവും എല്ലാം ആ ദൈവിക പദ്ധതിയുടെ ഭാഗമായി മനോഹരമായി മാറുന്നു. ഇതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും വലിയ ഒരു വിരോധാഭാസം. നമുക്ക് കാലത്തിന്റെ അനന്തതയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. എന്തോ ഒരു വലിയ പ്ലാൻ ഇതിനു പിന്നിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. പക്ഷേ ആ പ്ലാനിന്റെ തുടക്കമോ ഒടുക്കമോ പൂർണ്ണമായി ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇത് നമ്മൾ ഒരു വലിയ കളിയുടെ ഭാഗമാണെന്ന് അറിയുന്നതുപോലെയാണ്. പക്ഷെ ആ കളിയുടെ നിയമങ്ങൾ നമുക്ക് മുഴുവനായും അറിയില്ല. അപ്പൊ ശരി, നമുക്ക് മുഴുവനായി മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വലിയ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനിടയിലൊരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇതിന് വളരെ പ്രായോഗികമായ, സിമ്പിളായ ചില ഉപദേശങ്ങളാണ് അടുത്തതായിട്ട് വരുന്നത്. ജീവിതം ഭയങ്കര സങ്കീർണമായി തോന്നാമെങ്കിലും വളരെ ലളിതമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനാണ് ഈ ഗ്രന്ഥം പറയുന്നത്. നല്ല ഭക്ഷണം കഴിക്കുക, സന്തോഷമായിരിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു സംതൃപ്തി കണ്ടെത്തുക. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാല് ഈ ചെറിയ സന്തോഷങ്ങളൊന്നും വെറും നിസ്സാര കാര്യങ്ങളല്ല. മറിച്ച് അതെല്ലാം ഒരു വലിയ ശക്തിയിൽ നിന്നുള്ള നേരിട്ടുള്ള സമ്മാനങ്ങളായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ ജോലിയിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് പെട്ടെന്നൊരു ടൂൺ മാറ്റം. ഒരു വശത്ത് എല്ലാം ഒരു ദൈവിക പദ്ധതി അനുസരിച്ച് മനോഹരമായി നടക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അതേസമയം ഈ ലോകം അനീതി നിറഞ്ഞതാണെന്ന കഠിനമായ യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഇതൊരു ശക്തമായ നിരീക്ഷണമാണല്ലേ? എവിടെയാണോ നീതി നടപ്പിലാകേണ്ടത് ആ കോടതികളിൽ പോലും അനീതിയും തിന്മയുമാണ് കാണുന്നത്. അപ്പോ എല്ലാം ഒരു ദൈവീക പദ്ധതിയാണെന്ന ലളിതമായ ധാരണയെ ഈ ഒരു യാഥാർത്ഥ്യം ചോദ്യം ചെയ്യുകയാണ്. അപ്പൊ ഈ അനീതിയെ എങ്ങനെയാ ന്യായീകരിക്കുന്നത്? ഭാവിയില് ഒരു ദൈവീക ന്യായവിധിയുണ്ടാകുമെന്ന വിശ്വാസത്തിലൂടെയാണ്. എല്ലാത്തിനും ഒരു സമയമുള്ളതുപോലെ നീതിമാനെയും ദുഷ്ടനെയും വിധിക്കാനും ഒരു സമയമുണ്ടാകും. ആ വിധി വരുമ്പോ എല്ലാം ശരിയാകും എന്നാണ് വിശ്വാസം. ഇനി നമ്മൾ കുറച്ചുകൂടി ആഴത്തിലുള്ള, ഒരു പക്ഷേ നമ്മളെ അല്പം അസ്വസ്ഥമാക്കുന്ന ഒരു വിഷയത്തിലേക്കാണ് പോകുന്നത്. മരണമെന്ന വലിയ സമത്വം. ഇത് മനുഷ്യന്റെ അഹങ്കാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു ഭാഗം കൂടിയാണ്. ഇവിടെ മനുഷ്യനെയും മൃഗത്തെയും ഒരേ തട്ടിൽ വെക്കുകയാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ഒരേ ശ്വാസമാണ്. അവസാനം എല്ലാവർക്കും ഒരേ വിധിയും, മരണം. ഈയൊരു കാര്യത്തിൽ മൃഗങ്ങളെക്കാൾ വലിയ മേന്മയൊന്നും മനുഷ്യനില്ല എന്നാണ് ഇവിടെ വാദിക്കുന്നത്.
ഈ ആശയം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ് ഈ വാക്കുകൾ. എല്ലാ ജീവികളുടെയും തുടക്കവും ഒടുക്കവും ഒന്നുതന്നെയാണ്. നമ്മളെല്ലാം പൊടിയിൽ നിന്ന് വരുന്നു, അവസാന പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നു. മരണമെന്ന വലിയ സത്യം നമ്മളെ എല്ലാവരെയും തുല്യരാകുന്നു. ഒരുപക്ഷെ കുറച്ചുകൂടി വിനയത്തോടെ ജീവിക്കാൻ ഇത് നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ടാവാം. അപ്പോ ഇത്രയും സങ്കീർണമായ ചിന്തകൾക്കെല്ലാം ശേഷം അവസാനം നമ്മൾ എവിടെയാണ് എത്തുന്നത്? അത് നമ്മളെ വീണ്ടും ഈ നിമിഷത്തിന്റെ വർത്തമാനകാലത്തിന്റെ പ്രാധാന്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോ ഇതിൽ നിന്നെല്ലാമുള്ള പ്രധാന പാഠം എന്താണ്? വലിയ ദൈവിക പദ്ധതി നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. മരണമാണെങ്കിൽ ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം നമ്മുടെ കൺമുന്നിലുള്ള ജോലിയിൽ, ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ്. അതുതന്നെയാണ് നമ്മുടെ വിധി. ഈയൊരു വിശകലനം നമ്മൾ അവസാനിപ്പിക്കുന്നത് ഒരു ഉത്തരത്തോടെയല്ല, മറിച്ച് ഈ പുസ്തകത്തിലെ തന്നെ അവസാനത്തെ ഈയൊരു ചോദ്യത്തോടെയാണ്. ഇത് ഭാവിയെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്നതിന്റെയൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ പോയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് കാണാൻ ആർക്കും തിരികെ വരാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുക. ഒരുപക്ഷേ അതാവാം നമുക്ക് ലഭിക്കുന്ന അവസാനത്തെ സന്ദേശം. അതെ, ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരല്പനേരം മാറി നിന്ന് ചിന്തിക്കാൻ ഈ സവിശേഷമായ അന്വേഷണം തീർച്ചയായും താങ്കൾക്ക് ഉപകരിക്കും. ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വളരെ ചിന്തോദ്ദീപകമായ ഒരു പുരാതന രേഖയാണ്. അതായത് സഭാപ്രസംഗകൻ എന്നതിലെ 3-ാം അധ്യായം. സഭാപ്രസംഗകൻ അധ്യായം 3 വളരെ പ്രശസ്തമായ ഒന്നാണത്. ശരിയാണ്. ഇതിൽ മനുഷ്യജീവിതത്തിന്റെ അർത്ഥം, പിന്നെ കാലത്തിന്റെ നിയന്ത്രണം, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അനിവാര്യമായ മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ആശയങ്ങളുണ്ട്. അതെല്ലാം താങ്കളുടെ ദൈനംദിന ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക എന്നതാണ് ഈ അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യം. തീർച്ചയായും ഈ രേഖ വെറുമൊരു ചരിത്രവസ്തുവല്ല. മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചും, എന്താ പറയുക, കാലമെന്ന പ്രതിഭാസത്തെക്കുറിച്ചും എക്കാലത്തും പ്രസക്തമായ ചില വലിയ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒന്നാണത്. അതെ, ജീവിക്കുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നും നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ നാം എങ്ങനെ നോക്കി കാണണമെന്നും ഈ പുരാതന വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കേവലം മതപരമായ ഒരു കോണിലൂടെയല്ല നമ്മളിതിനെ സമീപിക്കുന്നത്. ഒരിക്കലുമല്ല. വളരെ പ്രായോഗികമായൊരു തത്വചിന്ത എന്ന നിലയിലാണ് നാം ഇതിനെ കാണുന്നത്. രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോയി ട്രാഫിക്കിൽ കിടന്ന് കഷ്ടപ്പെട്ട് രാത്രി ക്ഷീണിച്ച് വീട്ടിലെത്തുന്ന താങ്കളുടെയൊക്കെ ജീവിതത്തിന് ഇതിൽ വലിയൊരു സന്ദേശമുണ്ട്. കാലം കഴിയുന്തോറും മനുഷ്യന്റെ സാങ്കേതികവിദ്യ മാറിയിട്ടുണ്ടാകാം. പക്ഷെ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഭയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഇന്നും യാതൊരു മാറ്റവുമില്ല എന്ന് ഈ രേഖ താങ്കളെ ബോധ്യപ്പെടുത്തും. ഈ രേഖ തുടങ്ങുന്നത് തന്നെ അതിമനോഹരമായ ചില വൈരുദ്ധ്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. നടാനൊരു കാലം, നട്ടതു പറിക്കാനൊരു കാലം, കൊല്ലാനൊരു കാലം, സൗഖ്യമാക്കാനൊരു കാലം, ഇങ്ങനെ പോകുന്നു അത്. തകർക്കാനൊരു കാലം, പണിതുയർത്താനൊരു കാലം എന്നും അതിൽ പറയുന്നുണ്ട്. ശരി, നമുക്കിതൊന്ന് വിശദമായി പരിശോധിക്കാം. ഇത് അവിടെ തീരുന്നില്ല. കരയാനൊരു കാലം, ചിരിക്കാനൊരു കാലം, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം, ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ഓരോ സമയമുണ്ടെന്ന് സത്യം അത് അവതരിപ്പിക്കുന്നു. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്തെന്നാൽ ഇതൊരു സാധാരണ കവിതയോ തത്വചിന്തയോ മാത്രമല്ല എന്നതാണ്. മറിച്ച് ഇത് പ്രപഞ്ചത്തിന്റെ ചാക്രികമായ സ്വഭാവത്തെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള ഒരു നിരീക്ഷണമാണ്. ചാക്രികമായ സ്വഭാവമെന്ന് പറയുമ്പോൾ അതായത് മാറ്റങ്ങളെ ഭയപ്പെടാതെ ജീവിതത്തിലെ ഏത് സാഹചര്യങ്ങളെയും സ്വീകരിക്കുക എന്നതാണോ? കൃത്യം. താങ്കളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ മനുഷ്യർ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതായത് ചിരിക്കാനും പണിതുയർത്താനും സമാധാനത്തിനുമുള്ള സമയങ്ങൾ മാത്രമുണ്ടാകണം എന്ന് നമ്മൾ വാശി പിടിക്കുന്നു. അത് മനുഷ്യസഹജമാണല്ലോ. സങ്കടപ്പെടാനും തകർക്കാനും ഒരു സമയമുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നു. അതെ, ഈ ചിന്ത പ്രപഞ്ചത്തിന്റെ വലിയ താളത്തോട് എതിർത്തു നിൽക്കുന്നതിന് പകരം അതിനൊപ്പം ഒഴുകാൻ താങ്കളെ സഹായിക്കും. വിതയ്ക്കാനും കൊയ്യാനും സമയമുള്ളതുപോലെ തന്നെയാണിത്. നമ്മൾ വിതച്ച ഉടനെ കൊയ്യാൻ ശ്രമിച്ചാൽ നടക്കില്ലല്ലോ. അതുപോലെ തന്നെ സമ്പാദിക്കാനും നഷ്ടപ്പെടുത്താനും സൂക്ഷിച്ചു വയ്ക്കാനും എറിഞ്ഞുകളയാനും സമയമുണ്ടെന്നിതിൽ പറയുന്നുണ്ട്. തീർച്ചയായും. ആധുനിക കാലത്തെ എപ്പോഴും സന്തോഷമായിരിക്കണം എന്ന തെറ്റായ ചിന്തയ്ക്ക് വിപരീതമായ കാര്യമാണിത്. കരയാനൊരു സമയമുണ്ടെങ്കിൽ അത് പൂർണ്ണമായി അനുഭവിക്കുക. സങ്കടങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിലൂടെ കടന്നുപോകാൻ അനുവദിക്കുക. ഈ കാവ്യാത്മകമായ വരികൾക്ക് ശേഷം ഈ രേഖ നമ്മെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു സുപ്രധാന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഏതാണ് ആ ചോദ്യം? അധ്വാനിക്കുന്നവന് അവന്റെ അധ്വാനം കൊണ്ട് എന്തു ഫലം? നാം രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുന്നു, സമ്പാദിക്കുന്നു.
ഇതിനെല്ലാം എന്തു ഫലമാണുള്ളത് എന്നാണ് രചയിതാവ് ചോദിക്കുന്നത്. ഈ ചോദ്യം മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ ചോദിക്കുന്ന ഒന്നാണ്. ദൈവം മനുഷ്യ മനസ്സിൽ കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് അതിനുള്ള ഉത്തരമായി പറയുന്നത്. കാലത്തിന്റെ സമഗ്രത. എന്നാൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ അവന് കഴിവില്ല. മനുഷ്യന്റെ ഈ പരിമിതിയെ വളരെ കൃത്യമായി ഇവിടെ വിശകലനം ചെയ്യുന്നുണ്ട്. താങ്കളുടെ മനസ്സിൽ അനന്തതയെക്കുറിച്ചും കാലത്തിന്റെ പൂർണ്ണതയെക്കുറിച്ചും ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് നാം എപ്പോഴും ശാശ്വതമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? മരണമില്ലാത്ത ജീവിതം, ഒരിക്കലും അവസാനിക്കാത്ത കാര്യങ്ങൾ എന്നൊക്കെ. സങ്കടങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനു പകരം അതിലൂടെ കടന്നുപോകാൻ അനുവദിക്കുക. ഈ കാവ്യാത്മകമായ വരികൾക്ക് ശേഷം ഈ രേഖ നമ്മെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു സുപ്രധാന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഏതാണാ ചോദ്യം? അധ്വാനിക്കുന്നവന് അവന്റെ അധ്വാനം കൊണ്ട് എന്തു ഫലം? നാം രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുന്നു, സമ്പാദിക്കുന്നു. ഇതിനെല്ലാം എന്ത് ഫലമാണുള്ളത് എന്നാണ് രചയിതാവ് ചോദിക്കുന്നത്. ഈ ചോദ്യം മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ ചോദിക്കുന്ന ഒന്നാണ്. ദൈവം മനുഷ്യ മനസ്സിൽ കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് അതിനുള്ള ഉത്തരമായി പറയുന്നത്. കാലത്തിന്റെ സമഗ്രത. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ അവന് കഴിവില്ല. മനുഷ്യന്റെ ഈ പരിമിതിയെ വളരെ കൃത്യമായി ഇവിടെ വിശകലനം ചെയ്യുന്നുണ്ട്. താങ്കളുടെ മനസ്സിൽ അനന്തതയെക്കുറിച്ചും കാലത്തിന്റെ പൂർണ്ണതയെക്കുറിച്ചും ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് നാം എപ്പോഴും ശാശ്വതമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതല്ലേ? മരണമില്ലാത്ത ജീവിതം, ഒരിക്കലും അവസാനിക്കാത്ത കാര്യങ്ങൾ എന്നൊക്കെ. സങ്കടങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതിനു പകരം അതിലൂടെ കടന്നുപോകാൻ അനുവദിക്കുക. ഈ കാവ്യാത്മകമായ വരികൾക്ക് ശേഷം ഈ രേഖ നമ്മെ ചിന്തിപ്പിക്കുന്ന മറ്റൊരു സുപ്രധാന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഏതാണാ ചോദ്യം? അധ്വാനിക്കുന്നവന് അവന്റെ അധ്വാനം കൊണ്ട് എന്തു ഫലം? നാം രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുന്നു, സമ്പാദിക്കുന്നു. ഇതിനെല്ലാം എന്ത് ഫലമാണുള്ളത് എന്നാണ് രചയിതാവ് ചോദിക്കുന്നത്. ഈ ചോദ്യം മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയ കാലം മുതൽ ചോദിക്കുന്ന ഒന്നാണ്. ദൈവം മനുഷ്യ മനസ്സിൽ കാലത്തിന്റെ സമഗ്രതയെക്കുറിച്ചുള്ള ബോധം നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാണ് അതിനുള്ള ഉത്തരമായി പറയുന്നത്. കാലത്തിന്റെ സമഗ്രത. എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ആദ്യന്തം ഗ്രഹിക്കാൻ അവന് കഴിവില്ല. മനുഷ്യന്റെ ഈ പരിമിതിയെ വളരെ കൃത്യമായി ഇവിടെ വിശകലനം ചെയ്യുന്നുണ്ട്. താങ്കളുടെ മനസ്സിൽ അനന്തതയെക്കുറിച്ചും കാലത്തിന്റെ പൂർണ്ണതയെക്കുറിച്ചും ഒരു ധാരണയുണ്ട്. അതുകൊണ്ടാണ് നാം എപ്പോഴും ശാശ്വതമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നതല്ലേ? മരണമില്ലാത്ത ജീവിതം, ഒരിക്കലും അവസാനിക്കാത്ത കാര്യങ്ങൾ എന്നൊക്കെ ആണ് മനുഷ്യന്റെ എക്കാലത്തെയും വലിയ സംഘർഷം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ഈ പ്രതിസന്ധിക്ക് ഈ രേഖ നൽകുന്ന ഒരു വലിയ ഉത്തരമുണ്ട്. ജീവിതകാലം മുഴുവൻ ആനന്ദിക്കുന്നതിനേക്കാൾ മികച്ചതായി ഒന്നുമില്ല എന്നതാണത്. അതെ, ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും അധ്വാനഫലം ആസ്വദിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ദാനമാണ് എന്നാണ് രേഖയിലെ ആശയം. താങ്കൾ ചെയ്യുന്ന ജോലിയുടെ ഫലം ആസ്വദിക്കുന്നത് എത്രത്തോളം പ്രധാനമാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ ജീവിക്കാതെ ഇന്നത്തെ ദിവസത്തിൽ സന്തോഷം കണ്ടെത്തുക. ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ഇതിനോട് ചേർത്ത് രേഖ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം ശാശ്വതമാണെന്നും അതിനോട് എന്തെങ്കിലും കൂട്ടാനോ കുറയ്ക്കാനോ സാധ്യമല്ലെന്നുമുള്ള ഭാഗമാണോ? അതെ അതെ. ഇന്നുള്ളത് പണ്ടേ ഉണ്ടായിരുന്നതാണ്, ഇനിയും ഉണ്ടാകാനിരിക്കുന്നതും അങ്ങനെ തന്നെ. ഇത് കേൾക്കുമ്പോൾ നമ്മൾ മനുഷ്യരുടെ അഹങ്കാരത്തിനൊക്കെയുള്ള ഒരു വലിയ മറുപടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായും. പ്രപഞ്ചത്തിന്റെ ഈ മാറ്റമില്ലാത്ത നിയമങ്ങൾക്ക് മുന്നിൽ താങ്കളുടെ സ്ഥാനം വളരെ ചെറുതാണെന്ന യാഥാർത്ഥ്യബോധമുണ്ടാകണം എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. ആ യാഥാർത്ഥ്യബോധം തന്നെയാണ് അടുത്ത ഭാഗത്തും വളരെ ശക്തമായി പ്രതിഫലിക്കുന്നത്. ന്യായപീഠത്തിൽ പോലും നീതി പുലരേണ്ടടുത്ത് തിന്മ കുടികൊള്ളുന്നതായി ഞാൻ കണ്ടു എന്ന വളരെ ഗൗരവമേറിയ വരി അത് നമ്മളോട് പറയുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ട ഈ വരികൾക്ക് ഇന്നും യാതൊരു മാറ്റവുമില്ല. നമ്മൾ കാണുന്ന അഴിമതികളും അനീതികളുമെല്ലാം അന്നുമുണ്ടായിരുന്നു. അധികാരസ്ഥാനങ്ങളിലും കോടതികളിലും വരെ അനീതി നിറഞ്ഞു നിൽക്കുന്നത് ഈ രചയിതാവ് നേരിട്ട് കാണുകയാണ്. ഇതിന് നമ്മൾ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്? ഇതിനെ വലിയൊരു ചിത്രവുമായി ബന്ധിപ്പിച്ചു നോക്കിയാൽ ഓരോ പ്രവൃത്തിക്കും സമയം നിശ്ചയിച്ചിട്ടുള്ളതിനാൽ നീതിമാനെയും ദുഷ്ടനെയും ദൈവം യഥാകാലം വിധിക്കുമെന്ന ആശയമാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അനീതി കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കാതെ എല്ലാം കാലത്തിന് വിട്ടുകൊടുക്കണമെന്നാണോ? ഇതൊരിക്കലും അനീതിയെ ന്യായീകരിക്കുകയോ നമ്മൾ അനീതിക്കെതിരെ ശബ്ദമുയർത്തരുത് എന്ന് പറയുകയോ അല്ല. മനുഷ്യ സമൂഹത്തിൽ കാലാകാലങ്ങളായി നിലനിൽക്കുന്ന അനീതികളെക്കുറിച്ചുള്ള ഒരു തുറന്ന നിരീക്ഷണമാണിത്. ഇത് രാഷ്ട്രീയമായ ഒരു പക്ഷം പിടിക്കലല്ല എന്ന് വ്യക്തമാണ്. അതെ, ഏത് പക്ഷത്തായാലും അധികാര ദുർവിനിയോഗങ്ങൾ നടക്കാം. ലോകത്തിലെപ്പോഴും നന്മ മാത്രം ജയിക്കില്ല എന്ന സത്യം താങ്കൾക്ക് മനസ്സിലാക്കി തരികയാണിത്.
എല്ലാറ്റിനും അതിൻ്റേതായ സമയത്ത് ഒരു തീരുമാനമുണ്ടാകുമെന്ന വിശ്വാസം. ആ വിശ്വാസം തന്നെയാണ് മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ ഇതിനുശേഷം ഈ രേഖ വളരെ അമ്പരപ്പിക്കുന്നൊരു സത്യം അവതരിപ്പിക്കുന്നുണ്ട്. മനുഷ്യർ വെറും മൃഗങ്ങളാണെന്ന്, അവരെ കാണിക്കാൻ ദൈവം അവരെ പരീക്ഷിക്കുകയാണെന്ന് ഞെട്ടിക്കുന്ന ആശയം. മനുഷ്യനും മൃഗത്തിനും ഒരേ ഗതിയാണ്. ഒന്ന് ചാകുന്നതുപോലെ മറ്റേതും ചാകുന്നു എന്ന സത്യം. ഇത് കേൾക്കുമ്പോൾ ഒന്ന് നടുങ്ങില്ലേ? നമ്മളല്ലേ ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരെന്ന് അഹങ്കരിച്ചു നടക്കുന്നവർ? നമ്മൾ വെറും മൃഗങ്ങളാണോ? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യം ഉയർത്തുന്നുണ്ട്. താങ്കൾ എത്ര വലിയ ആളായാലും മരണമെന്ന വലിയ സമവാക്യത്തിനു മുൻപിൽ എല്ലാവരും തുല്യരാണ്. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു. ഡസ്റ്റ് ടു ഡസ്റ്റ്. മനുഷ്യന്റെ പ്രാണൻ മേൽപോട്ടും മൃഗത്തിന്റേത് താഴേക്കും പോകുന്നുവോ എന്ന് ആർക്കറിയാമെന്ന് രേഖ ചോദിക്കുന്നുണ്ട്. അതെ, അതൊരു അസ്തിത്വപരമായ വലിയൊരു സമസ്യയായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മരണാനന്തരം എന്ത് സംഭവിക്കുമെന്ന് ഉറപ്പിച്ചു പറയാൻ ആർക്കും കഴിയില്ല. താങ്കളെ കൂടുതൽ വിനയമുള്ളവരാക്കാൻ ഈ യാഥാർത്ഥ്യം സഹായിക്കും. അപ്പോ ഇതിന്റെ എല്ലാം അർത്ഥമെന്താണ്? ജനനത്തിനും മരണത്തിനും സമയമുണ്ട്, സമൂഹത്തിൽ അനീതികളുണ്ട്, ഒടുവിൽ മൃഗങ്ങളെപ്പോലെ നമ്മളും മണ്ണിലേക്ക് മടങ്ങും. ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ശൂന്യത തോന്നുന്നില്ലേ? അവിടെയാണ് നമ്മൾ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവ് നടത്തേണ്ടത്. മനുഷ്യൻ തന്റെ പ്രവൃത്തി ആസ്വദിക്കുന്നതിനേക്കാൾ മെച്ചമായി ഒന്നുമില്ല എന്ന സുപ്രധാന പാഠത്തിലേക്ക് നമ്മൾ മടങ്ങിയെത്തുന്നു. അതായത്, മരണാനന്തരം എന്ത് സംഭവിക്കുമെന്നതിനേക്കാൾ ഈ നിമിഷത്തിൽ താങ്കൾ ചെയ്യുന്ന കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താനാണ് ഈ രേഖ ആവശ്യപ്പെടുന്നത്, അല്ലേ? കൃത്യം. താങ്കൾക്ക് ശേഷം എന്ത് സംഭവിക്കുമെന്ന് കാണാൻ താങ്കൾ തിരികെ വരാൻ പോകുന്നില്ല. അതുകൊണ്ട് സ്വന്തം അധ്വാനത്തിന്റെ ഫലം ഇപ്പോൾ, ഈ നിമിഷത്തിൽ ആസ്വദിക്കുക. എല്ലാം വെട്ടിപ്പിടിക്കാനുള്ള ഈ ഓട്ടത്തിനിടയിൽ എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്ന സത്യം അംഗീകരിക്കുന്നത് തന്നെ വലിയൊരു സ്വാതന്ത്ര്യമാണ്. അത് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. അതെ, ജനനം മുതൽ മരണം വരെ, യുദ്ധം മുതൽ സമാധാനം വരെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട്. കാലത്തിന്റെ ഈ വലിയ ഒഴുക്കിനെ പൂർണ്ണമായി മനസ്സിലാക്കാനോ നിയന്ത്രിക്കാനോ താങ്കൾക്ക് കഴിഞ്ഞേക്കില്ല. അനീതികളും മരണവും ഈ ലോകത്തിന്റെ അനിവാര്യതകളാണ്. എന്നാൽ താങ്കളുടെ അധ്വാനത്തിന്റെ ഫലം ആസ്വദിക്കുകയും ഇന്നത്തെ ദിവസത്തിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദാനം. നിരന്തരമായ വിവരങ്ങളുടെയും തിരക്കുകളുടെയും നടുവിൽ ജീവിക്കുന്ന താങ്കൾക്ക് ഈ പുരാതനമായ തിരിച്ചറിവ് വലിയൊരു ആശ്വാസവും പുതിയൊരു വീക്ഷണവും നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായും. അവസാനിക്കുന്നതിനു മുൻപ് താങ്കൾക്ക് സ്വയം ചിന്തിക്കാൻ ഒരു ചോദ്യം ഞങ്ങൾ നൽകുകയാണ്. ഈ രേഖ പറയുന്നത് പോലെ സന്തോഷത്തിനും സങ്കടത്തിനും ജനനത്തിനും മരണത്തിനുമെല്ലാം അതിൻ്റേതായ കൃത്യമായ സമയമുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആധുനിക കാലത്തെ നമ്മുടെ ടൈം മാനേജ്മെന്റ് എന്ന ആശയത്തെക്കുറിച്ചാണോ താങ്കൾ പറയുന്നത്? അതെ, ആധുനിക കാലത്തെ നമ്മുടെ ആ ടൈം മാനേജ്മെന്റ് എന്ന ആശയവും എപ്പോഴും സന്തോഷം മാത്രം നിലനിർത്താനുള്ള നമ്മുടെ ഓട്ടവും യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ സ്വാഭാവിക താളത്തിൽ നിന്ന് നമ്മെ അകറ്റുകയാണോ ചെയ്യുന്നത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. ഓരോ കാലത്തെയും അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുന്നതിനു പകരം നാം പ്രകൃതി വിരുദ്ധമായി കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണോ എന്ന് താങ്കൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. ഇതിനെക്കുറിച്ച് താങ്കളൊന്ന് സ്വസ്ഥമായി ചിന്തിച്ചു നോക്കൂ. പുതിയൊരു അന്വേഷണവുമായി വീണ്ടും കാണാം. താങ്കൾക്ക് നല്ലൊരു ദിനം ആശംസിക്കുന്നു.